ഹലോ മച്ചന്മാരെ, അസ്സലാമു അലൈക്കും. ഖുദാഷാൽ വ്ളോഗ്സിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കസേര ഒഴിഞ്ഞിട്ടിരിക്കുന്നത് ഇതിനൊരു ഉടമയുണ്ട്, അതിപ്പോൾ വരും. അല്ല, നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം, റിസ്സു ആരും അല്ല. പിന്നെ ഞാനിന്ന് ട്രാവൽ ചെയ്യാനും നാട് മൊത്തം കറങ്ങാനും ഒന്നിനും അല്ല ഞാൻ പോകുന്നത്. കുറേ ആളുകൾ എന്നോട് പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ആൽബത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു? ആ, നിങ്ങൾ അതാ റിസ്സു വന്നിട്ടാ, നിങ്ങൾ ആൽബത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു? പിന്നെ ആദ്യമായിട്ട് ആൽബം ചെയ്ത സമയത്ത് ഇവളുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനേ നിലവിൽ പറ്റിയിട്ടില്ല കേട്ടോ. ആദ്യ സമയം ആൽബത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതോ ഇതൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആൽബത്തിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടത് ടിക്ടോക്കിന്റെ സമയത്തെ കുറിച്ചാണ്. ആ സമയത്തും ഞാൻ ഇവളെ പ്രേമിക്കുന്ന ഒരു കാലമാണ്. ഓ, എന്തിടാ കഴിച്ചോ? ഒരു ചുരുങ്ങിയ ഫാമിലി അല്ലേ, അതിന്റെ ഇടയിൽ എല്ലാം കാണാൻ കഴിയണം. പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ ടിക്ടോക്ക് തുടങ്ങുന്നത് 2017-18 സമയത്താണ് ടിക്ടോക്ക് തുടങ്ങുന്നത്. 18ആണെന്ന് തോന്നുന്നു. അന്ന് നമ്മുടെ കയ്യിൽ വലിയ ഫോണൊന്നും ഇല്ല കേട്ടോ, ഏതോ ലോക്കൽ ഫോൺ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഡബ് മാഷ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുമായിരുന്നു ഗൾഫിലിരിക്കുന്ന സമയത്ത്. അപ്പൊ ഡസ്മാഷ് എന്നല്ലേ പറയുന്നത്, ഡബ് സ്മാഷ്. അപ്പൊ ഈ സാമാനം ചെയ്തിട്ട് വലിയ വ്യൂസ് ഒന്നുമില്ല, വെറുതെ എന്തോ ഫ്രീ കിട്ടുമ്പോൾ പണ്ട് മറ്റേ മൊയ്തീനിന്റെ ഡയലോഗൊക്കെ നിന്ന നിപ്പിന് 3 മിനിറ്റുള്ള ഡയലോഗ് എന്തോ ഇല്ലേ കോടതിയിലെ, അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കുറെ വിഷ്വൽ ചെയ്യായിരുന്നു. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. ഫാമിലി ഗ്രൂപ്പിൽ എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്ത് ആ ഒരു അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ടിക്ടോക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ സിനിമയോടുള്ള ക്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മൊബൈലിലൊക്കെ ഇങ്ങനെ ചെയ്യാം. എനിക്ക് അന്ന് കേട്ടൊരു പേരൊക്കെ ഓർമ്മയുള്ളത് റിഷാദ് എൻ കെ, സിന്നു, നാണി, അവരൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പൊ ഞാനെന്തോ യൂട്യൂബ് നോക്കുമ്പോൾ റിഷാദിനെ കുറിച്ച് ഭയങ്കര വീഡിയോസും അതിൽ കുറെ പെണ്ണുങ്ങളെ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ബൈ ദ ബൈ ടിക്ടോക്ക് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഞാനും ചെയ്തു ടിക്ടോക്ക്. അത് എന്റെ ഫോണിലല്ല, എന്റെ ഫോണിൽ ക്ലാരിറ്റി തീരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് സായിദ്, എന്റെ ഒരു കസിൻ ഉണ്ടല്ലോ, അവന്റെ ഫോണിൽ ഞാൻ ടിക്ടോക്ക് ചെയ്തു. ടിക്ടോക്ക് ചെയ്തിട്ട് ഉള്ളത് അറിയാലോ, ഒരു ഡബ്മാഷിന് കിട്ടുന്നതിനേക്കാളും കമ്മിയാ ലൈക്ക് കിട്ടുന്നത്. എന്റെ കൂടെ പണിയെടുക്കുന്നവന്മാര് പോലും ലൈക്ക് ചെയ്യാത്ത ഞാനിങ്ങനെ തെണ്ടിയിരുന്നു പോയി. 6 ലൈക്ക് 5 ലൈക്ക് വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, അതും ലിപ്സിങ്ങാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് ലിപ്സിങ് കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആരോ ചെയ്ത വിഷ്വൽ, പ്രത്യേകിച്ച് ക്വാളിറ്റി ഇല്ലാത്തൊരു വിഷ്വല്, ഒന്നെങ്കിൽ ക്യാമറയിലൊക്കെ അടിപൊളിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നടി. പറയാനൊന്നും ഇല്ലല്ലേ. ഇവള് പറയുന്ന ഒരു ലോഡിലേക്ക് എത്താനുണ്ട്, സമയമായിട്ടില്ല എന്നേ ഉള്ളൂ അല്ലേ. ഇവള് കുറെ പറയാനുണ്ട്, അതൊക്കെ നിങ്ങൾ ഇരുന്ന് കാണുമെന്ന് തന്നെ അറിഞ്ഞൂടാ. നമ്മളന്ന് ആ ചെയ്യുന്ന സമയത്ത് വ്യൂസ് ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കണ്ടന്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്റെ ബ്രദറിനെ വെച്ചാൽ ഞാൻ ആദ്യം, സാഹിദിനെ വെച്ചൊന്നല്ല, എന്റെ അനിയനെ വെച്ചാൽ ഞാൻ കണ്ടന്റ് ചെയ്യുന്നത്. അനിയനും ചേട്ടനും തമ്മിലുള്ള എന്തൊക്കെയോ മ്യൂസിക്കിന് ഇങ്ങനെ ചെയ്ത് അത് 700 ലൈക്കൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ്. 2018 700 ലൈക്ക്, അതും ആദ്യകാലത്ത്. ഞാനൊരു 10-11 വീഡിയോ മുതൽ എനിക്ക് കയറാൻ തുടങ്ങി. പിന്നെ ഡുവറ്റ് ചെയ്യാൻ തുടങ്ങി. ആരോ ചെയ്ത വീഡിയോക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്ന് കാണിച്ചാൽ ഭയങ്കര വ്യൂസ് പോകും. പക്ഷെ ഞാനത് ചെയ്തു, എനിക്ക് ഒരുപാട് വ്യൂസും വന്നു. എനിക്ക് അതിലൊരു വിഷമം തോന്നുന്നത്, ഇത് നമ്മൾ പണിയെടുക്കാതെ കിട്ടുന്ന വ്യൂസും ലൈക്കാ, ഇതിന്റെ ഒരു കാര്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെയും കണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടക്കുന്ന സായിദിനെ വരെ വിളിച്ചിട്ടാണ് ഞാൻ കണ്ടന്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ടെറസിലേക്ക്. ഞങ്ങളുടെ അവിടെ മുതലാളിമാർ നമ്മളൊക്കെ ഒരുമിച്ചാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വീടിന്റെ ടെറസിലേക്ക് കൊണ്ടുപോയിട്ട്, എന്തരേ അനിയന്റെ വൈഫ്, അങ്ങനെ വീടിന്റെ ടെറസിലേക്ക് കൊണ്ടുപോയി അവനെ ആകെ ഈ ഷർട്ടിന്റെ മേലിലേക്കുള്ള ഷോർട്ടായിരിക്കും എടുക്കുന്നത്, അതിന്റെ താഴെ അവൻ ഷെഡ്ഡി പോലും ഇട്ടിട്ടുണ്ടാവൂല. അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഞാൻ വിളിച്ച്, ഉറങ്ങിയിട്ടില്ല, ഡ്യൂട്ടിക്ക് അരമണിക്കൂറുള്ളൂ, എനിക്കാണെങ്കിൽ ചെയ്തേ പറ്റിയൊരു വീഡിയോ. അവനെ കോരിയെടുത്ത്, മീൻസ് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അവിടെ നിന്ന് തന്നെ വലിച്ചോണ്ട് പോയിട്ടൊക്കെ ഒരു മിനിറ്റ് ഒറ്റ ടേക്ക് വെച്ചിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞ് പല്ല് പോലും തേക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ട് ആദ്യകാലത്ത്. അങ്ങനെയാണ് ടിക്ടോക്കില്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ സായി പറഞ്ഞു ഞാനൊരു ക്യാമറ എടുക്കാമെന്ന്. അങ്ങനെ സായി ഒരു ക്യാമറ എടുത്തു. പിന്നീട് ഞങ്ങളുടെ എല്ലാം ക്യാമറയ്ക്കകത്തായി. ക്യാമറ, അയ്യോ ഇത്ര നേരം ഫോക്കസ് ഇതിനായിരുന്നാ? ക്യാമറയ്ക്കകത്തായി.
പിന്നെ ക്യാമറയിൽ ചെയ്ത വീഡിയോസൊക്കെ മില്യൺ വ്യൂസ് കയറാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണ് അലി മാങ്ങാട് എന്ന് പറയുന്ന വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമുക്കൊരു ആൽബം ചെയ്താലോ എന്ന്. ഞാൻ അന്ന് ആൽബം പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെയും കുറവ് ആൽബം. ആ സമയത്തൊക്കെ ആൽബം എന്നൊക്കെ പറയുമ്പോൾ ആൽബം ആർട്ടിസ്റ്റിന് ഒരു നല്ല വാല്യൂ ഉള്ള സമയമാണ്. അപ്പോൾ ആൽബത്തിലൊരു അവസരം അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ ആൽബം ചെയ്യുന്നത്. അന്ന് ഞാൻ ചെയ്ത ആദ്യത്തെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആൽബമാണ് കെട്ടിയോള്. രണ്ടാമത്തേത് അവളും ആ കുടുംബവും. രണ്ടിൻ്റെയും സംവിധായകൻ അലി മാങ്ങാടാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് മൈക്ക് ഓഫ് ആയതെന്നാണ് കേട്ടോ. രണ്ടിൻ്റെയും സംവിധായകൻ അലി മാങ്ങാടാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ആൽബത്തിന് പോകുന്ന സമയത്ത് ഞാൻ ഇവളോട് പറഞ്ഞു, ഒരു വർക്ക് വന്നിട്ടുണ്ട്, എനിക്ക് പാട്ട് അയച്ചു തന്നു. പാട്ട് ഒരു വാക്ക് മിണ്ടുവാനായി എൻ്റെ ചാരേ വന്നില്ല, നിശാ കാലിക്കറ്റ് പാടിയ പാട്ടാ. പാട്ട് ആദ്യം കേട്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ആ പാട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോടാ. ആൻഡ് ഞാൻ ഇവളോട് പറഞ്ഞു, ഇവള് പറഞ്ഞു പെണ്ണുങ്ങളെ ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണോ, ടിക്ടോക്കൊക്കെ നീ ഒറ്റക്കായിരുന്നില്ലേ? ഇല്ലടി, ചുമ്മാ നടക്കാൻ പിടിക്കുക, ആൽബല്ലേ, വല്ല സീനൊന്നുമില്ല. ഇവിടെ വലിയൊരു സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എനിക്ക് ഇവളെന്തേലും പറഞ്ഞൊന്ന് മയക്കണമല്ലോ. ഞാൻ കുറേ നേരം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആ ഷൂട്ടിന് പോയി. ഷൂട്ടിന് പോയപ്പോണ്ട് എന്നെ പൊന്നെ രാവിലെ മുതൽ വിളി തന്നെ വിളി. അത്രയും നാൾ വിളിക്കാത്ത വിളിയൊക്കെ അവൾ അന്ന് വിളിക്കുന്നത്. ഞാൻ വേറെ എന്ത് എന്റെ സ്റ്റാറ്റസാ? എന്ത് സ്റ്റാറ്റസ് ആണ്? ഒരുമിച്ചുള്ള ഫോട്ടോ എന്തോ അല്ലേ? ആഹാ, അപ്പൊ പൊസസീവ് അടിച്ച്. ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, ആൽബം ചെയ്യുമ്പോൾ സ്വാഭാവികം ഗേൾസ് ആയിട്ട് നിൽക്കണം, പിടിക്കണം, അഭിനയിക്കണം എന്നുള്ള മൈൻഡിലല്ലേ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ പൊസസീവ് അടിക്കാനൊന്നുമില്ല. അങ്ങനെ പൊസസീവ് അടിച്ചത്. എന്നിട്ട് എന്റെ ഷൂട്ടൊക്കെ അന്ന് കൊളാക്കിട്ടാ വിട്ടേട്ടാ. പക്ഷെ ഞാൻ അഭിനയിച്ച അടിപൊളിയായിട്ട്. ഇപ്പൊ പോയാ നന്ദനെ കണ്ടിട്ടാകുമ്പോ ഇടാ ഒരിക്കൊണ്ട് പിന്നെ 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 കുറച്ച് കൺട്രോൾ ആക്കി ഒരു ഒരു ഫോട്ടോസ് ഒരു ഏത് അന്നത്തെ തന്നെയാ ഒരു എന്തിനാ പാപ്പി അങ്ങനെ അന്നത്തെ വർക്ക്. ഇവള് ഈ എന്റെ പൊന്നെ എല്ലാവരും ചോദിക്കലുണ്ട് എന്നോട്, ഭാര്യ ഇതിന് വിടുന്നുണ്ടോന്ന്. ഭാര്യ ആവുന്നതിന് മുമ്പുള്ള കഥയാ. നീ ടച്ച് ചെയ്യല്ലേ, ഇത് വീഴും. ഞാൻ ടേബിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാ. ഓ, പാപ്പീനെ എടുത്തോടാ, ഇല്ല എല്ലാം കൊളാക്കോ. അങ്ങനെ ഞാനുണ്ടല്ലോ ആ ഷൂട്ട് ഒരുവിധം തീർത്ത്. അപ്പൊ പിന്നെ രാത്രി ഷോട്ടെല്ലാം ഉണ്ട്. ഇവള് വിളി തന്നെ, രാത്രി വരെ എന്ത് ചെയ്യാ, രാത്രി എന്താ പരിപാടി? ഞാൻ പറഞ്ഞു രാത്രി ഒരു പരിപാടിയില്ല, ഷൂട്ട് തീരണ്ടേ. അത് മാത്രല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റില് നിക്കല്ലേ, ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഷൂട്ട് നടക്കുക സംഭവം ടിക്ടോക്കിന്ന്. അപ്പൊ ആ വർക്ക് എന്താവും ഒന്നും അറിയില്ല. അങ്ങനെ ആ വർക്ക് റിലീസ് ചെയ്തു. എന്റെ മക്കളെ 5 ദിവസം കൊണ്ടെന്തോ മില്യൺ അടിച്ചു. ഇന്നും ഉണ്ട് 8 9 മില്യൺ ആയിട്ട് കെട്ടിയോൾ എന്ന് പറയുന്ന ആൽബം. ഞാനും നന്ദനയുടെ ആദ്യത്തെ ആൽബം ഒഫീഷ്യലി വന്നത് ഈ ആൽബമാണ്. പക്ഷെ അതിനു മുമ്പ് ഇവള് ഷൂട്ട് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. അവർക്കിലെ നായിക ഇപ്പോ നമ്മള് വലിയ കോണ്ടാക്ട് ഒന്നുമില്ല, മീൻസ് എവിടെയാണെന്ന് അറിയില്ല. വർഷമായില്ലേ, എത്ര 2019 6-7 വർഷം മുമ്പുള്ള കഥയാ. 2020 അല്ലേ, ഓർമ്മയില്ല ഏതായാലും. അങ്ങനെ ആ വർക്കിന് കിട്ടിയതാണ് ഇത്. ടച്ച് ചെയ്യേണ്ടത് ഇവിടെ അല്ലേ, സോറി, ഫോക്കസ്. പക്ഷേ അന്ന് കിട്ടിയ അവാർഡ് 100K സെലിബ്രേഷന്റെ അതില് അത് ചാനല് അതന്നെ. അവളും ആ കുടുംബവും കെട്ടിയോളും. ഈ എന്റെ 2 വർക്കിന്റെയും സംവിധായകനാണ് അലി മാങ്ങാട്. അപ്പൊ ആ അലി മാങ്ങാടാണ് എനിക്ക് ഈ 2 അയ്യോ മൈക്ക് സൗണ്ട് എല്ലാം കേട്ടാന്തോ പഠിച്ചവനറിയാം. എന്റെ 2ന്റെയും സംവിധായകനാണ് അലി മാങ്ങാട്. അപ്പൊ അലി മാങ്ങാടിന് 2 വർക്കും അവളും ആ കുടുംബവും ഇന്നെന്നെ അറിയും, എൻ ഗതി അറിയും. സൗണ്ട് ഇല്ല, നോമ്പല്ലേ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിലും സൗണ്ട് ഇല്ല, നോമ്പായതുകൊണ്ട് തീരെയില്ല, തൊണ്ട എന്നും പറഞ്ഞ് വറ്റി നിൽക്കുക. അപ്പൊ ആ വർക്ക് ആ സമയത്ത് ഇറങ്ങുന്നത്. ആ 2 വർക്കിനും ചാനലിന് 100K സബ്ബായി. അലിമാവന്റെ ചാനലിന് അത്ര സബ്ബൊന്നും ഇല്ലായിരുന്നു, ചെറിയ സബ് ഉണ്ടായിരുന്നുള്ളൂ, സബ്സ്ക്രൈബ്. അപ്പൊ അതൊക്കെ ആയി, അതിന്റെ ഒരു സമ്മാനദാനമൊക്കെ അതൊക്കെ കഴിഞ്ഞ് 3ാമത്തെ ആൽബമാണ് ഈ സാമാനം. മുഹബത്താണ് അവനോട്, നിങ്ങളൊക്കെ കേട്ട് കാണും. സുറുമകൾ എഴുതിയ കണ്ണുമായി അവനോട് വിളിച്ചു നോക്കാറില്ല. മുഹബത്താണ് അവനോടിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്തതാ. എനിക്ക് 2 ആൽബം ചെയ്ത എക്സ്പീരിയൻസിന് അപ്പുറം ഒന്നുമില്ല. എന്നോട് ചോദിച്ചു, നിനക്ക് വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ടോ?
ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യും. എന്നെ വിളിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ആ വർക്ക് ചെയ്തു. ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പെണ്ണുങ്ങൾ വേണമല്ലോ. ഞാൻ ഒരു 2-3 ആൾക്കാരോട് ചോദിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വേണം കിട്ടുമെന്ന്. പുതിയ ആർട്ടിസ്റ്റ് ആയാൽ നല്ലതെന്ന്. അപ്പൊ അങ്ങനെ എനിക്ക് ആരെയും കോണ്ടാക്ട് വലിയ ഇല്ല. എനിക്ക് അലിമാങ്ങാട് അങ്ങനെ 1-2 പേരെ അറിയൂ. അപ്പൊ അലിമാങ്ങാട് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള നായികമാരെ ഞാൻ അങ്ങനെ പുറത്തോട്ട് കൊടുക്കാറില്ല. എൻ്റെ ഒരു 3 വർക്ക് കഴിയും വരെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാനത് ചെയ്തു. എനിക്കന്ന് ഇതുണ്ടല്ലോ ടിക്ടോക്ക്. ഞാൻ ടിക്ടോക്കിലും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാസ്റ്റിംഗ് കോൾ ഇട്ടു. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് അസീമോളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അസീമോളെ കോണ്ടാക്ട് ചെയ്ത് അസീമോളെ കണ്ടു. ഞാൻ വീഡിയോ കോൾ ചെയ്തു. എനിക്ക് ഓക്കെ ആയി. പിന്നെ ഷെറിൻ ഇല്ലേ, എൻ്റെ കൂടെ അഭിനയിച്ചൊരു നായികയാണ് ഷെറിൻ എന്ന് പറയുന്നത്. ഇഷ്കിന്റെ മാലാക എന്ന് പറയുന്ന ആൽബം തപ്പിയാ കാണാം. ആ കുട്ടിയാണ് ഞാൻ ആദ്യ കാസ്റ്റിൽ. ആ കുട്ടി ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിയെ വിളിച്ചു. വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ എനിക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇന്ന സമയത്ത് ഷൂട്ട് വെക്കാന്ന്. ഷൂട്ടിന്റെ തലേദിവസം വിളിച്ചിട്ട് അവള് പറയുന്നത് ഞാനുണ്ടാവും. തലേദിവസമല്ല, 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് ഞാനുണ്ടാവില്ല, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പെട്ടില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കെ ലിസ്റ്റിൽ അസി ഉണ്ടല്ലോ. അപ്പൊ അസിയോട് പറഞ്ഞത് നീ ഓക്കെ ആണോന്ന്. അപ്പൊ അസി പറഞ്ഞു ഞാൻ ഓക്കെ ആണ്, പക്ഷെ എന്നെ നിങ്ങൾ വീഡിയോ കോളിൽ മാത്രം ഓക്കെ ആക്കരുത്, എന്നെ നേരിട്ട് കണ്ട് ഓക്കെ ആക്കണമെന്ന്. അവളെ കോൺഫിഡന്റ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലടാ, നമുക്ക് വർക്കിന് നിന്നെ ഇപ്പൊ ഓക്കെ ആണ്, പിന്നെ എന്തിനാ നേരിട്ട് കാണുന്നത്? അപ്പൊ പറഞ്ഞില്ല, അത് അങ്ങനെ ശരിയാവില്ല, നേരിട്ട് കണ്ടേ പറ്റൂ. അങ്ങനെ അവള് നമ്മുടെ നാട്ടിലൊരു ടൗണിൽ വന്ന് അവിടെ നിന്ന് ഞാൻ കണ്ട്, അവളെ കണ്ടപ്പോ തന്നെ ഓക്കെ ആയി. അതിനപ്പുറത്തേക്ക് അവിടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള പയ്യന്മാരെല്ലാം നമ്മളെ നോട്ട് ഇടാ. അതിലൊരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ കുറെ നേരം, അന്ന് സദാചാരം ഭൂലോക സദാചാരം. ഇന്നാ പിന്നെ ഈ ഇൻസ്റ്റയും വാട്സപ്പൊക്കെ ഇത്രയും വ്യാപകമായത്. അന്നൊക്കെ ഒരു ആണും പെണ്ണ് 2020 വരെ വെളുത്തിട്ടില്ലായിരുന്നു നേരം. ആണും പെണ്ണ് സംസാരിച്ച കാമം മൂത്തെന്നും അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്നും പറയുന്ന കാലത്തായിരുന്നു. ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ അതൊക്കെ പൊട്ടെ, അതൊക്കെ ആ വഴിക്ക് പോയി ആയിരിച്ചു. ഞാൻ അന്ന് കുറച്ച് വിഷയങ്ങളുണ്ടായി. അങ്ങനെ നമ്മുടെ ഷൂട്ട് തുടങ്ങി. ഷൂട്ടിന്റെ അന്ന് അസിയായിട്ട് ചെറിയ കച്ചറൊക്കെ ഉണ്ടായി. അവള് അതൊക്കെ കഴിഞ്ഞു പോയി. എന്നാലും ഷൂട്ട് കഴിഞ്ഞു. വർക്ക് നമ്മൾ വിചാരിച്ച പോലെയല്ല. എങ്ങനെ ഞാനീ പാട്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നല്ലോ ഒരിക്കലും മില്യൺ അടിക്കുന്നു. പാട്ട് കയറി കൊളുത്തിയില്ലേ. അവിടെ ഇവിടെ എവിടെ പോയാലും ഇപ്പോഴും ഉണ്ട്. ഒരു 1,40,00,000 ആൾക്കാരെന്തോ കണ്ടതാ മുഹബത്താണ് അവനോട്. അതിന് കിട്ടിയ സമ്മാനം എന്ന് വെച്ചാൽ ഇതൊരു മൊമെന്റോ, ഒരു സെലിബ്രേഷൻ 50 ലക്ഷത്തിന്. ആ 50 ലക്ഷം 5 മില്യൺ ആയ സമയത്ത് കിട്ടിയതാണ് എനിക്ക് ഇത്. ഇപ്പൊ അത് കുറെ ആയി മില്യനൊക്കെ പോയിട്ട്. പക്ഷേ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ആ പാട്ട് ഇങ്ങനെ കേറിയപ്പോ ഞാൻ ആ പാട്ട് ഒരു ദിവസം ഹലോ ടൂൺ ഇട്ടപ്പോ മുതല് ഇവള് ചൊറിയാൻ തുടങ്ങി. എന്റെ മനുഷ്യരെ, നിനക്ക് അതായത് 2 ആൽബം കഴിഞ്ഞ് വലിയ, ആ ഫസ്റ്റത്തെ ആൽബത്തിന് ഷൂട്ടിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ ആൽബം വലിയ കുഴപ്പമില്ലാതെ, രണ്ടാമതും മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ ഈ വിഷ്വൽ തന്നെയാ. ഇവള് സ്കൂളിൽ പോകുമ്പോഴും അവിടെ ഇവിടെ കോളേജിൽ പോകുമ്പോ എവിടെയും കേൾക്കുന്നത് ഈ വിഷ്വലാ, കാണുന്ന ഈ വിഷ്വലാ. കമന്റ് ആണെങ്കിൽ നിങ്ങൾ ഭയങ്കര ജോഡി ഇതൊക്കെ പറയുമ്പോ ഇവക്ക് അങ്ങോട്ട് പോസസീവ് പൊട്ടിയില്ലേ. എന്നിട്ട് എന്നിട്ട് പറയും വീണ ഒന്ന് നോക്കിയേ. എന്നിട്ടുണ്ടല്ല, ഞാനൊരു ദിവസം ഹലോ ടൂൺ വെച്ചപ്പോ എന്റെ പൊന്ന് അതിന്റെ പേരിൽ 40 ദിവസം വേണ്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മാതിരി അടി. നിനക്ക് വേറെത്ര 2 പാട്ടില്ല നീ അഭിനയിച്ച, ആ പാട്ട് വെക്കാൻ പാടില്ല, നിനക്ക് ഇത് തന്നെ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞ്, ഞാനതൊന്നും ഓർത്തിട്ടില്ല. ഞാൻ അഭിനയിച്ചൊരു പാട്ട് ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു സന്തോഷത്തിന് ചെയ്തതല്ലേ. എന്റെ പൊന്നോ വേണ്ട പറയേ അന്ന് എന്തെല്ലായിരുന്നു. അപ്പൊ എന്തില്ല എന്തിന് അന്ന് വേറെ ആര്. അതിനുശേഷം ഞാൻ ഒരുപാട് ആൽബം ചെയ്തു, 100-ലേറെ ആൽബം ചെയ്തു കേട്ടോ. ആദ്യത്തെ സമയത്തൊക്കെ അസി എന്ന് പറയുമ്പോ അത് അസിക്കും അറിയാം. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു അറിയോ, ആ മുഖത്താണ് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് അടുപ്പിച്ച് കുറച്ച് വർക്കുകൾ. കാരണം വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പറയുന്നത് നീയും അസീമോളും തമ്മിലുള്ള കോംബോ ഷൂട്ട് ചെയ്താൽ മതി എന്നാ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ നമുക്ക്. മാത്രമല്ല അസിയായിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിലല്ല, അസി നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാ. അങ്ങനെ ഞങ്ങളുടെ വർക്ക് വരുന്തോറും ഇവക്ക് ഈ കടിക്കുന്നു. അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവളിങ്ങനെ ഓരോ കാര്യത്തിന് കുത്തി പറയുന്നു. ആദ്യം ഭയങ്കരമായിരുന്നു, പിന്നെ ആൽബം കുറച്ചുകൂടി ആയപ്പോ ആ ഇതൊക്കെ പോയി. പിന്നെ പിന്നെ ഇവള് ഓക്കെ ആയി. ഓക്കെ എന്ന് വെച്ചാൽ ടോട്ടലി ഓക്കെ ആയി. അത് നമ്മുടെ ഒരു വർക്കിന്റെ അസിമോളല്ല, 3-മത്തെ ആൽബം വരുമ്പോ അപ്ലേക്കാകുമ്പോ ഈ ടച്ചിങ് സോങ് ബൈക്കിൽ ഇരിക്കുന്നതെല്ലാം കൂടിപ്പോയി. അതെല്ലാം കണ്ടിട്ടാകുമ്പോ കുറച്ചോ ഈഗോ അടിച്ചു. അതാണ് അതിലെ മെയിൻ പ്രശ്നം വന്നെന്താ പറയുക, ഇതിന്റെ കോൺസെപ്റ്റ് ചെയ്തത് ഞാനാ, സ്റ്റോറി. അപ്പൊ ഇവളെന്നോട് ചോദിച്ചൊരു പഠിച്ചോന് തേങ്ങ വീഴല്ലേ. ഇവളെന്നോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ,
കഥ എഴുതിയ നീയല്ലേ, പിന്നെ എന്തിനാടാ നീ ആ ബൈക്കിന്റെ പിറകിൽ അവളെ കയറ്റിയേ? ഞാൻ പറഞ്ഞ ആ കഥയുടെ ഒരു ഭംഗിക്ക്, പ്രത്യേകിച്ച് അറിയാതെ ആ ഒരു വരിയെല്ലാം വരുമ്പോ ആ ഒരു സീന് ഭയങ്കര മാച്ചാണ്. അപ്പൊ അത് ഞാൻ കണ്ണില്, അല്ലാതെ ഞാൻ അഭിനയിക്കുന്നോണ്ടല്ല, എനിക്കെന്തെന്നാ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ച. എന്ത് പ്രോബ്ലം ഇല്ല. രണ്ടാമത്തെ എന്തില്ല ഈ സീൻ ഒന്നില്ലേ. മൂന്നാമത്തെ ആൽബം കണ്ട് എനിക്ക് പ്രഷർ കയറി. ആ ഈ ബൈക്കിൽ ഇത്തിരി കൊണ്ട് പോകുന്ന അപ്ലേക്കാകുമ്പോ ഡീപ്പ് ലവ് നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. പിന്നെ ഒരു ലവ് ആക്കുന്ന ചെക്കന് ഒരു വേറെ പെണ്ണിന്റെ ഒക്കെ കൊണ്ടുവന്ന ആൽബർട്ട് പിന്നെ റിയൽ ആയിട്ട് അപ്പൊ നമുക്ക് ചൊടി വരും. ചൊടി വന്നു കൊറേ വന്നു. എന്നിട്ട് ഇവർക്ക് ആ പാട്ടിൽ എനിക്ക് വെറുപ്പ് തോന്നി. എയിലെ പോയെങ്കിൽ ട്രെയിനിലാട്ട് ബസ്സിലാട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇതേ പാട്ട് 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 പാട്ട്. എന്നിട്ട് 2 days എന്താ കഴിഞ്ഞിട്ടേറ്റ് ഹലോ ടോൺ എത്തിട്ട് അപ്പളൊക്കെ കേറി അതെല്ലായിടത്തും നടക്കുന്നൊരു അതിനുശേഷം ഞാൻ ഇഷ്ടം പോലെ അവിടെ ഇവിടെ, പിന്നെ ഫുള്ള് ആൽബത്തിന്റെ തിരക്കായി. പിന്നെ ഇവള് പതിയെ പതിയെ ആ ഒരു ഇതേ വിട്ടു. പിന്നെ എനിക്ക് ലൈഫിൽ സത്യം പറഞ്ഞ ആൽബത്തിനെ ചൊല്ലിയോ അങ്ങനെ ആർട്ടിസ്റ്റിനെ ചൊല്ലിയോ, കാരണം ഇത് ആദ്യ സമയല്ലേ, ഇവള് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്താ ഏതാ എന്നൊക്കെ. പിന്നെ ഒരിക്കലും എന്നോട് ഇവള് പറഞ്ഞ് ഷൂട്ടിന് പോണം, ഷൂട്ടിന് എന്നെ കൊണ്ടുപോകണം. അത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എന്റെ ഒരു 60-70 ആൽബമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൽബം ചെയ്തിട്ടില്ല എന്ന്. വിധി. അങ്ങനെ അങ്ങനെ ഉണ്ടല്ല. ഞാൻ എന്താ പറഞ്ഞേ? ഇവള് എന്നിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ എനിക്ക് ആൽബത്തിൽ നിർബന്ധമാണ് ആൽബം ഷൂട്ടിങ് കാണണമെന്നുള്ളത്, എന്നെ കൊണ്ടുപോലെ ഇല്ലാലോ. കല്യാണം കഴിഞ്ഞ ആദ്യ കാലത്ത്. അന്ന് നീ പ്രസവിച്ചിട്ടില്ല, ഇസാനൊന്നും ഇല്ലല്ലേ? ആ അത് കൊണ്ടുപോകുന്നില്ല. കാരണം ഒരു ദൂരെ ലോങ് ആണ് ലൊക്കേഷന്. അപ്പൊ ഇവിടെ നമ്മളെ ബാബിയും വയനാട്. ഇച്ചയും കൂടിയിട്ടാണ് ഒരു അഭിനയിക്കാന് പോവാൻ അതിനു മുമ്പ് ഒരു കേട്ടിട്ടാകുമ്പോഴാണ് കഥയുണ്ട്. പോയത്. ഞാൻ കല്യാണം കഴിഞ്ഞ രണ്ടാമത്, അതായത് ഇന്ന് കല്യാണം കഴിഞ്ഞു, ഇന്ന് ഇവളുടെ വീട്ടിൽ നിന്നു, സോറി എന്റെ വീട്ടിൽ നിന്നു, പിറ്റന്നാ അവളുടെ വീട്ടിലും കൂടി നിന്നിട്ട് ആ മൂന്നാമത്തെ ദിവസം ഞാൻ വയനാടാ രാത്രി ഷൂട്ടിന് പോയാൻ. കാരണം അന്ന് എനിക്ക് എന്തോ ഒരു ക്രൈസ് അഭിനയിക്കുക എന്നുള്ളത്. പൈസയുടെ ഓക്കെ, പൈസയും കിട്ടുമല്ലോ, നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ ഒരു ദിവസത്തെ ഷൂട്ടിന്. അപ്പൊ ഒരുമിച്ച് പോയ ഒരു 3-4 ഷൂട്ടൊക്കെ ആണെങ്കിൽ 10-40,000 രൂപ കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ആ ഒരു പൈസയുടേത് മാത്രല്ല, ക്രൈസും കൊണ്ടാണ് ഞാൻ പോയത്. ഇതൊരു കുന്ന് ഏരിയ പോയി, നായി, പന്നി, മുയല്, കൊരങ്ങന്, സീരിയസ്ലി ഇവിടെ ഉള്ള സാധനങ്ങള്. അത്രേ ഉള്ളു. അങ്ങനെ എന്തു പറഞ്ഞ എന്തു പറഞ്ഞാണ്? ആ ആ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വയനാട്. വയനാട് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഷൂട്ടിന് ഞാൻ നാട്ടില് ഒരു ഷൂട്ടിന് ഇവള് വരുന്നെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാലില്ലേ, കപിൽത്തു എന്ന് പറയുന്ന ആൽബം, നമ്മളെ അഫ്സൽക്ക് ഇല്ലേ, പ്ലേ ബാക്ക് സിംഗർ അഫ്സൽക്ക് പാടിയ പാട്ടാ. അപ്പൊ ആ ഒരു ആൽബത്തില് പ്രതീക്ഷ എന്ന് പറയുന്ന കുട്ടിയാ നായിക. ഞാനൊരു പട്ടാളക്കാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇക്കയുണ്ട്, ഇക്കാന്റെ വൈഫും അതിലൊരു കഥാപാത്രം ചെയ്യുന്നു. അടിപൊളിയാ ആ ഒരു വർക്കിന്. ചിലപ്പോൾ ആ പാട്ട് മാച്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ വേറെ വിഷ്വൽ ഇട്ട് ആ കണ്ടന്റ് മൊത്തം ഇട്ട് കൊടുത്തപ്പോ ഭയങ്കര മില്യൺ വ്യൂസ് കിട്ടിയ വർക്കാ. കുറെ വർഷമായിട്ടില്ല, 3-4 വർഷത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. മുമ്പത്തെ 3 വർഷം മുമ്പെന്തോ ആ വർക്കിന്റെ സമയത്താണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ലൊക്കേഷനിൽ എന്താണ് ലൊക്കേഷൻ എന്നും പറഞ്ഞ് കാണിക്കുന്നത്. ക്യാമറയുടേതും ലൈറ്റ് വെക്കുന്നതും ഒരു വലിയ വീട്ടിലാ. കാസർഗോഡ് ബദിയടുക്ക ഭാഗത്തായിട്ട് എവിടെ ഒരു വലിയ വീട്ടിലാ. ഇവള് പോകുന്നു ഷൂട്ടിംഗ് കാണാന്നും പറഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ച് പടച്ചറബ്, ഇനിയിപ്പോ ഇവിടെ ഇടയിൽ പോയാ വഴിതെറ്റിയാ. വീടിന്റെ സംഭവം ഉണ്ടല്ലോ, ഞങ്ങള് സാധാരണ ഏത് വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോയാലും വീട്ടുകാർ അവരുടെ ഹാലിന് വേറെ എവിടെയെങ്കിലും നിൽക്കും. നമ്മുടെ ഷൂട്ടും കഴിഞ്ഞ് നമ്മുടെ ഇതും കഴിയുമ്പോൾ നമ്മൾ പോകും. ഇതങ്ങനെയല്ലെന്ന്, ഏതോ കുടുംബക്കാരോട് സംസാരിക്കും പോലെ ഇരുന്നിട്ടില്ല, പറ ചിരിയും കളിയും. ഞാൻ നോക്കുമ്പോ കിച്ചണിൽ എന്റെ ഭാര്യ. ഞാൻ ചോദിച്ചത് നിന്റെ പരിചയക്കാരും വല്ലതാണോ? അല്ല, ഞങ്ങള് കണ്ടു പരിചയപ്പെട്ടതാണ്. 15 മിനിറ്റ് കൊണ്ട് എന്റെ മക്കളെ. ചിലർക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്, ഇവളെ കാണണ്ട ഇങ്ങനെ മാഷാ അല്ലാ. അതിനൊക്കെ മിടുക്കിയ, ഒരു പരിചയമില്ലാത്തവരെ പെട്ടെന്ന് പരിചയപ്പെടാനും സംസാരിക്കാനും ഇതിനൊക്കെ നല്ല മിടുക്കിയ. അങ്ങനെ അന്നത്തെ ആ ലൊക്കേഷനിൽ ഇവള് ഒരു ഉച്ച 12 മണിയാകുമ്പോ തുടങ്ങി, പോവാ പോവാ. ഞാൻ പറഞ്ഞു നടക്കൂല മോളെ, രാത്രി 12 മണിയാവേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, ഷൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാന്ന്. കേക്കണ്ടേ പുല്ല്. പോവാന്ന് പറഞ്ഞിട്ട്
അവസാനം ഷൂട്ട് തീരും വരെ അവള് പറഞ്ഞു ഇനി ഞാൻ ജീവിതത്തിൽ വരില്ല. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് വന്നേ ഇല്ല ഇവള് ഷൂട്ടിന്. വരുന്നില്ല എന്ന് പറഞ്ഞ് പോയതല്ലേ, കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ല കുറെ നാൾ കഴിഞ്ഞപ്പോ അവക്കൊരു പൂതി ഒന്നുകൂടി ഷൂട്ട് കാണാൻ. അങ്ങനെ കെൻസ് എന്ന് പറയുന്ന ആൽബം, ഈ ഓർമ്മയുണ്ട്. കുദാ സായിദ് എന്ന് പറയുന്ന ആളും പിന്നെ ഷാഫി എന്റെ അനിയനുണ്ട്, അവനെ വെച്ചിട്ട് ഞാൻ ചെയ്ത ആൽബമാണ് KANZ, കെൻസ്, കിസ്മത്ത് വിഷനില്. ഞാൻ ഡയറക്ടറാ. അപ്പൊ ആ വർക്കിന് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞ് വാശി. അതെപ്പോ ഞാൻ ഷൂട്ടിന് പോയപ്പോ വിളിച്ചിട്ട് ഞാൻ വരുന്നു, ഞാൻ എന്റെ അനിയനോട് പറഞ്ഞു, ഇർഷാദിനോട്, എടാ നീ പോയിട്ട് അവളെ കൊണ്ടുപോവാ, മതളകി നിൽക്കുകയാണ്, ഇനി ഭ്രാന്തെടുക്കണ്ട. അങ്ങനെ കാർ എടുത്തോണ്ട് പോയി കൊണ്ടുവന്ന് ഇവിടെ ഒരു 11 മണി വരെ റോഡ് സൈഡാ ഷൂട്ട്. കുറെ നേരം AC ഇട്ടിരുത്തി. പിന്നെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ക്യാരവാനൊന്നല്ലല്ലോ കാറിൽ AC ഇട്ട്. ഒരു 8:30 ആകുമ്പോൾ തുടങ്ങിയ ഷൂട്ട് 11 മണി വരെ ഉണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക് എടുക്കുന്ന സമയം. ബ്രേക്ക് എടുക്കുമ്പോൾ ഇവള് പറഞ്ഞു ഞാൻ വീട്ടിൽ പൊക്കോളാം. ആ 2 ഷൂട്ടോട് കൂടി അവള് ജീവിതത്തിൽ ഇനി ഒരു ഷൂട്ടിനും വരുന്നെന്ന് ഒരിടത്തും വന്നിട്ടുമില്ല, അവള് വരാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പിന്നെ ഇതിപ്പോ ഞാൻ ഇത്രയും വരെ എത്താനൊന്നും ഉദ്ദേശിച്ച ആളല്ല. ഞാന് ആൽബത്തിൽ വന്നത് എങ്ങനെയെന്നും മുഹബത്താണ് അവനോടെന്ന് പറയുന്ന ആൽബം ഷൂട്ടിന് ശേഷം അസീമോളെ കാണുമ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴും ഇവക്കുണ്ടായ അവസ്ഥയും പറയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്തത്. പിന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അടുത്ത എന്റെ ആൽബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൽബം അത് എടുത്തിട്ട് ആ ലൊക്കേഷനിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാവോ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതി വിട്ടാൽ അടുത്ത വീഡിയോയിൽ അതും ഞാൻ ഉൾപ്പെടുത്തും, വിത്ത് യുവർ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര്. പിന്നെ ഇല്ല, അല്ല അഭിനയിക്കുന്ന പോലെ അല്ല, റിയൽ ലൈഫും ചെല്ലിങ് വേറെ തന്നെ. അത്ര ഈ എന്താ വെച്ചാ ഫോണിൽ കാണുന്ന പോലെ അല്ല ഇത് ലൊക്കേഷനിലുള്ളത്. അവരുടെ സ്ട്രെസ്സും ഓ, അതും ഇതും എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ല ഇനിയിപ്പൊ കമന്റ് വരും. ഉറപ്പല്ലേ ലൊക്കേഷൻ ഈ പറയുന്ന പോലെ ഒന്നല്ല അത്. ഏത് ഒരു 5 ആൽബം minutes എന്നല്ല, video റീൽസ് ചെയ്യുന്ന ലൊക്കേഷൻ ആയപ്പോലും മര്യാദക്ക് റീൽസ് ചെയ്യുന്നവരുടെ ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാവും. പണി ഒരുപാടുണ്ട് ഇവിടെ. ഞങ്ങള് ഒരു എനിക്ക് ആൽബത്തിന്റെ പേര് ഓർമ്മയില്ല. SR മീഡിയയിൽ വന്ന ഒരു ആൽബം ഞാനൊരു വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ കൊടുത്തു. അത് പെർമിഷൻ തന്നു, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന്റെ വൈഫിനൊക്കെ ഭയങ്കര ആഗ്രഹം ഷൂട്ട് കാണണം. അരമണിക്കൂർ കണ്ടിട്ട് പുള്ളിനോട് വന്നിട്ട് പറയാം അവര് പോവാട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഹൗ, ഇത് കണ്ടാ തലവരക്കൂടാ, ഇത് വീഡിയോ വരുമ്പോഴേ കാണാൻ പറ്റി, ഷൂട്ട് മുതലാവൂല. കാരണം ഇത് അവിടെ വെക്കുന്നു, ലൈറ്റ് ഇവിടെ വെക്കുന്നു, ഒരു ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു, സീന് പറഞ്ഞു കൊടുക്കുന്നു, ഭ്രാന്തെടുക്കുന്നു. ഇതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് കാണുമ്പോൾ ഉള്ള സുഖമൊന്നും ഈ ഒരു ഇതിൽ കിട്ടൂല. ഞാൻ പിന്നെ വലിയ ആർട്ടിസ്റ്റ് ഒന്നല്ല, ആൽബത്തിന്റെയാ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ട്രെസ് ഉണ്ട്. അപ്പൊ സിനിമാക്കാരുടെയൊക്കെ കഥ പറയാനില്ലല്ലോ. അപ്പൊ മുത്ത് ഹബീബിസ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഞാൻ പറഞ്ഞ പോലെ അതേപോലെ നിങ്ങൾ വേറെ ഒന്നുമില്ല. ഇനി എന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ആ പേര് ആരാണോ ചോദിച്ച ആ പേര് പറഞ്ഞിട്ട് ആ കമന്റിന്റെ നെയിം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷ്വൽ ചെയ്യും. അപ്പൊ നിങ്ങളും ആ പേരിന് ഉടമകളാവുക. ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഹബീബോളെ ഞാൻ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ നിൽക്കുക. എൻ്റെ മോണിറ്റൈസേഷൻ ഓണാവാൻ നിൽക്കുകയാണ് ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ സുലൈ ആരോ വന്ന് ഉമ്മോസ്. ഓക്കെ ബൈ.